വാർത്തകൾ തുടരുന്നു. അഴീക്കോട് മുതൽ ചേറ്റുവ വരെയുള്ള ബ്രിക്സ് നിർമ്മാതാക്കളുടെ കൂട്ടായ്മയായ മണപ്പുറം ബ്രിക്സ് മാനുഫാക്ചറിംഗ് അസോസിയേഷന്റെ ഓഫീസ് ചളിങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു. ഇ.ടി. ടൈസൺ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണക്കാരും അല്ലാത്തവരുമായിട്ടുള്ള അവരവരുടെ സമ്പത്ത് കൊണ്ട് പണിത വീടുകളൊക്കെ അതിന് പുറത്താണ് വരുന്നത്. ലോൺ എടുത്ത് വായ്പകളൊക്കെ പണിത വീടുകൾ എന്ന് പറഞ്ഞാൽ നിർമ്മാണ മേഖല ഇതുവരെ വേണമെങ്കിൽ ഇത്രത്തോളം വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. പണ്ട് നമുക്കറിയാലോ, ഓടുകാലം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശക്തപ്രയോ അത് ബന്ധപ്പെട്ട മറ്റു ഇതുകൊണ്ടുള്ളത് ഉണ്ടായിരുന്നു. എല്ലാം പോയി ഇത്തരം നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചതോടുകൂടി കൂടുതൽ ആളുകൾക്ക് ഈ കാര്യം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളും കൂടി നമ്മൾ അഭിമുഖീകരിക്കുന്നത് സൂചിപ്പിച്ചാണ്. ഒരു കാര്യം ഉറപ്പുണ്ട്, നമ്മുടെ ഈ മേഖലയിൽ വരുന്ന പ്രശ്നങ്ങൾ നന്നായി പഠിക്കാനും അതനുസരിച്ച് നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഭാരവാഹികൾ നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു. അത് നമ്മുടെ ആളുകളൊക്കെ തിരുവനന്തപുരത്ത് തോന്നി. അസോസിയേഷൻ പ്രസിഡന്റ് ഉബൈദുള്ള ഉമർ അധ്യക്ഷനായി. സെക്രട്ടറി രാമചന്ദ്രൻ അറക്കൽ, ട്രഷറർ എം.ബി.കെ. മുഹമ്മദ്, രക്ഷാധികാരി മനോഹരൻ, കോർഡിനേറ്റർ താജുദ്ദീൻ അൽഫല, വൈസ് പ്രസിഡന്റുമാരായ പങ്കജാക്ഷൻ, നാസർ അൽഫല, ജോയിന്റ് സെക്രട്ടറി ജെറി അൽഫല, കമ്മിറ്റി അംഗങ്ങളായ മാലിക് ചമ്മണി, സാലി അൽഫല, ബൈജു, പ്രസാദ്, ബദറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ പൂക്കൃഷി പ്രോത്സാഹന പദ്ധതി പ്രകാരം വനിതകൾക്ക് ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. നമ്മുടെ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ആസൂത്രണം 2023-24 പദ്ധതി പ്രകാരം കൈപ്പമംഗലം കൃഷിഭവനിൽ കീഴിൽ വരുന്ന ആദ്യത്തെ ഒരു പദ്ധതിയാണ് നമ്മുടെ പൂക്കൃഷിക്ക് പ്രോത്സാഹനം എന്നുള്ള ഒരു പദ്ധതി. ഈ പദ്ധതി പ്രകാരം നമ്മൾ ചെണ്ടുമല്ലി തൈകളും അതിന് വേണ്ട വളവും അതിനോടൊപ്പം തന്നെ ജൈവ കുമിൾനാശിനികളും ജൈവ കീടനാശിനികളും ഒക്കെ വിതരണം ചെയ്യുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു.വൈ. ഷമീർ, കൃഷി ഓഫീസർ വി.ആർ. കൃഷ്ണ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വിനോദ് സജീവൻ, പഞ്ചായത്ത് അംഗങ്ങളായ മിനി അരയങ്ങാട്ടിൽ, പി.എം. സൈനുൽ ആബ്ദീൻ, ജിനൂബ് അബ്ദുറഹ്മാൻ, എം.എസ്. സുജിത്ത് എന്നിവർ സംസാരിച്ചു. ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗമാണ് റെയ്ഡ് നടത്തിയത്. അയ്യന്തോൾ റാന്തൽ റെസ്റ്റോറന്റ്, ഒളരി നിയ റീജൻസി, കുര്യച്ചിറ ഗ്രീൻ ലീഫ്, കണിമംഗലം ദാസ് റീജൻസി എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത്. 16 ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത്. സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് ഇക്ബാൽ, ജഗന്നാഥ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജ, റസിയ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലെ അത്യപൂർവമായ ശിവകുണ്ടല മരം പൂവണിഞ്ഞു. 2011 തെക്കേ ഗോപുരനടയ്ക്ക് സമീപം ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട നട്ടുവളർത്തിയ മരമാണ് വർഷങ്ങൾക്കിപ്പുറം പൂവിട്ടത്. കൈജീലിയ പിന്നാറ്റ എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ മരം ആഫ്രിക്കൻ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ ഔഷധഗുണമുള്ള ഈ വൃക്ഷത്തിന്റെ പൂവിന്റെ ആകൃതി കണക്കാക്കി ശിവകുണ്ടല മരം എന്നാണ് ഇന്ത്യയിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. 2011 പ്രകൃതി സ്നേഹിയായ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ടാണ് തെക്കേ ഗോപുരനടയിൽ ഈ മരം നട്ടുപിടിപ്പിച്ചത്. നേരത്തെ ഇവിടെയുണ്ടായിരുന്ന കൈജീലിയ മരം മറിഞ്ഞു വീണ് നശിച്ചപ്പോഴാണ് ആലപ്പാട്ടച്ചൻ ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ അതേ മരം കണ്ടെത്തി ഇവിടെ നട്ടുപിടിപ്പിച്ചത്. അതിന്റെ ശാസ്ത്രനാമം കൈജീലിയ പിന്നേറ്റ എന്നാണ്. കൂടുതലായി ആഫ്രിക്കയിലാണ് ഉണ്ടാവുക. ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ വളരെ കുറവാണ്. അതെങ്ങനെ ഈ നമ്മുടെ തേക്കിൻകാട് മൈതാനത്തിൽ വന്നു എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. അന്ന് തന്നെ ആ മരത്തിന് നല്ല പഴക്കമുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞ് ഞാൻ കേൾക്കുന്നത് ഈ മരം വീണുപോയി എന്നാണ്, കേടുവന്ന് വീണുപോയി. അപ്പോഴേക്കും ഞാൻ മെഡിസിൻ ബിരുദമൊക്കെ എടുത്ത് തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പോയി ഇത് വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഇതിന് പകരം എന്ത് ചെയ്യും, ആ സ്ഥലത്ത് തന്നെ ഒരു വൃക്ഷം നടണം എന്നുള്ളൊരു ദൃഢനിശ്ചയം എനിക്കുണ്ടായി. വളരെ പ്രയാസപ്പെട്ടാണ് ഈ മരത്തിന്റെ തൈ ഫാദർ ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ചത്. സസ്യശാസ്ത്ര വിദ്യാർത്ഥികളുടെ പഠന വിഷയം കൂടിയാണ് കൈജീലിയ മരം. വ്യത്യസ്തമായ ഇലയും കായുമുള്ള ഈ വൃക്ഷത്തിന്റെ തൊലി, വേര് എന്നിവയിൽ ഔഷധഗുണമുള്ളതിനാലും വിത്തുൽപാദനം വളരെ കുറവായതിനാലും ഈ മരത്തിന്റെ തൈകൾ വളർത്തിയെടുക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ്. തൃശൂർ പൂരത്തിന്റെ ആൾക്കൂട്ട തിരക്കിൽ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ഈ മരത്തിന് വലിയ സംരക്ഷണം നൽകി വന്നിരുന്നു. വളരെ കഷ്ടപ്പെട്ട് നട്ടുവളർത്തിയ ഈ അപൂർവ വൃക്ഷം സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണെന്ന് ആലപ്പാട്ടച്ചൻ പറയുന്നു. കഴിമ്പ്രം BPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവവും നവീകരിച്ച സ്റ്റേജിന്റെ സമർപ്പണവും നടത്തി.
മുൻ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി. എസ്. സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മാനവരാശിയുടെ ഉണർവിനും അതിൻ്റെ പുരോഗതിക്കും മനുഷ്യനെന്ന നിലയിൽ മനുഷ്യനെ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി പഠിപ്പിച്ച വിശ്വമാനവികതയുടെ ഗുരുനാഥനായ ശ്രീനാരായണ ഗുരുദേവനിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിന്റെ മഹത്വം നമ്മുടെ ജനത ഏറ്റവും അധികം സംശീകരിച്ചിട്ടുണ്ടാവുക. ഇന്നിവിടെ ഈ പ്രവേശനോത്സവം നടക്കുന്ന സ്കൂൾ എന്ന് പറയുന്നത് 914 ഗുരുദേവന്റെ പാദസ്പർശം ഏറ്റിട്ടുള്ള സ്കൂളാണ്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും ആഹ്വാനം ചെയ്ത ഒരു വലിയ തത്വശാസ്ത്രം ഇന്നും നാളെയും ലോകമുള്ളിടത്തോളം കാലം പ്രസക്തമായ ഒരു തത്വശാസ്ത്രമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് 100 വർഷങ്ങൾക്ക് 110 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഇങ്ങനൊരു വിദ്യാലയം സ്ഥാപിക്കപ്പെടുന്നത്. ഒരു കാലത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പഠിക്കാനൊക്കെ ഉള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടൊരു കാലം നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ ഓർക്കേണ്ടതാണ്. പിന്നോക്ക ജനവിഭാഗങ്ങൾക്കൊക്കെ വിദ്യാഭ്യസിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സ്കൂളിലേക്ക് പ്രവേശനം നേടുന്നതിന് വേണ്ടി നടന്ന ഐതിഹാസികമായ സമരമൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. ഏറ്റവും പാവപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിദ്യാലയങ്ങളിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട ആചാരങ്ങൾ ഉണ്ടായിരുന്നൊരു കാലത്ത് തൻ്റെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് ഞങ്ങൾ പണിയെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരം നടത്തിയ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷനായിരുന്നു. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത്, മുൻ പ്രിൻസിപ്പൽ താരാനാഥൻ മാസ്റ്ററെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സോഷ്യൽ ആക്ടിവിസ്റ്റും മീഡിയ കോർഡിനേറ്ററുമായ മനോജ് കമ്മത്ത് കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നടത്തി. സിനിമാ താരം ലിഷോയ് മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ OV സാജു, പ്രധാനാധ്യാപിക ബീന ടി രാജൻ, വാർഡ് മെമ്പർ ഷൈൻ നെടിയിരിപ്പിൽ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, മധു ശക്തിധര പണിക്കർ, ജയലക്ഷ്മി മനോജ്, അധ്യാപകരായ അനിൽകുമാർ, EI മുജീബ്, BP കാവ്യ, KR വത്സല, TR ജലജ, രാമചന്ദ്രൻ ഏറാട്ട് എന്നിവർ. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലത്ത് ദേശീയപാതയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ശ്രീനാരായണപുരം ശാന്തിപുരത്ത് ലാപ്ടോപ്പ് തീപിടിച്ച് നശിച്ചു. ചാലക്കുടിയിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് നേരെ വഴിയോര കച്ചവടക്കാരുടെ മർദ്ദനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.